ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അഥവാ ദേവശയനി ഏകാദശി മുതൽ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ഉത്ഥാന ഏകാദശി വരെയുള്ള 4 മാസത്തെയാണ് നാം ചാതുർമാസം എന്ന് പറയുന്നത്. ഈ 4 മാസക്കാലം ഭഗവാൻ യോഗനിദ്രയിൽ ആണ്. ആ സമയത്ത് നമ്മൾ മംഗളകാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അതുപോലെ തന്നെ ഭക്തന്മാരൊക്കെ ആ ഭക്തി സാധനയിൽ അല്ലെങ്കിൽ ആത്മീയ സാധനയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സമയമാണത്. അതായത് ആ സമയത്ത് ഉപവാസം, അതേപോലെ തന്നെ നാമജപം, കീർത്തനാലാപങ്ങൾ, പുരാണപാരായണങ്ങൾ, പ്രഭാഷണങ്ങൾ ഒക്കെ കേൾക്കുക. അങ്ങനെ ആത്മീയ സാധനയിലൂടെ നമുക്ക് മുൻപോട്ട് പോകാനുള്ള ഒരവസരമാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നല്ല നിയന്ത്രണം പാലിക്കണം. ശുദ്ധഭക്ഷണം അല്ലെങ്കിൽ സാത്വിക ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഇന്ദ്രിയ വിഷയങ്ങളിലുമൊക്കെ നിയന്ത്രണം വരുത്തേണ്ട ഒരു സമയമാണത്. അങ്ങനെ ഈ 4 മാസക്കാലം നമുക്ക് ഈശ്വരചിന്തയോടുകൂടി ജീവിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. ഈ ദേവശയനി ഏകാദശി എന്ന് പറയുന്നത് ജൂലൈ 25-ാം തീയതി ശനിയാഴ്ചയാണ്. അന്ന് മുതൽ ആണ് നവംബർ വരെയാണ് ഈ നമ്മുടെ ചാതുർമാസ വ്രതം. അത് എല്ലാവരും കഴിയുന്നതുമൊക്കെ നമ്മൾ ആചരിക്കുക. എല്ലാം ആചരിക്കാൻ പറ്റുമെന്ന് നമുക്കാർക്കും തോന്നുന്നില്ല, എങ്കിലും ആചരിക്കുക. അങ്ങനെ നമ്മളുടെ മനസ്സും ശരീരവും ഒക്കെ പവിത്രമായി മാറട്ടെ.